10 ദിവസം കൊണ്ട് 7 രാജ്യം പോകാമെന്നൊക്കെ പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളായി തോന്നും. പക്ഷേ നമ്മുടെ ടീമിൽ ആർക്കും ഒരു ചെറിയൊരു ജലദോഷം പോലും വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത്രയും വളരെ അഡ്വേഴ്സായ ക്ലൈമറ്റിലൂടെ യാത്ര ചെയ്തിട്ട് പോലും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വി സെറ്റ് എ തീം. അത് നമ്മൾ പോയി തുടങ്ങി അവസാനിക്കുന്നവരെ ഒരു ഹാപ്പിനെസ് എന്നൊരു തീമിലൂടെ അത് അറിയാനും പറയാനും പങ്കുവെക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു സ്പേസ് ജനറേറ്റ് ചെയ്തു എന്നുള്ളതാണ് യാത്രക്ക് അത്ര പോസിറ്റീവ് എനർജി ഉണ്ടായത്. ഞാനും എൻ്റെ ഫാമിലിയോടൊപ്പമാണ് യാത്ര ചെയ്തത്. അതുപോലെ വന്നവരൊക്കെ മിക്കവാറും ആളുകൾ ഫാമിലിയോടൊപ്പമാണ് വന്നത്. ഇനി ബാച്ചിലേഴ്സായിട്ട് വന്ന ആളുകൾക്ക് പോലും ഒരുപാട് ടേക്ക് അവേസ് നമുക്ക് യാത്രയിൽ ഉണ്ടാക്കാൻ പറ്റും. അതാണ് 7 രാജ്യങ്ങൾ സന്ദർശിക്കുമ്പം 7 ജീവിതശീലങ്ങൾ. അത് സാധാരണ സ്റ്റീഫൻ ആർ കോവയുടെ 7 ഹാബിറ്റ്സ് അല്ല, നേരെ മറിച്ച് നമ്മുടെ ലൈഫിൽ ഏറ്റവും എസെൻഷ്യലായ 7 മൂല്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അത് പക്ഷേ ഇപ്പോഴും ആ യാത്ര ചെയ്ത പലരും എന്നോട് കാണുമ്പോഴും അല്ലാതെ വാട്സപ്പിലൊക്കെ പറയാറുണ്ട് അത് വളരെ സീരിയസ് ആയിട്ട് ലൈഫിൽ കൊണ്ടുനടക്കുന്നു, അതിൻ്റെ പോസിറ്റീവായ കുറേ ചേഞ്ചസ് അവർക്കുണ്ടായി, ബിസിനസ്സിലുണ്ടായി എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ടീം കൊണ്ട് തന്നെ ഇപ്പോഴും ആ 40 പേര് ഇപ്പോഴും ഇന്റർ കണക്റ്റഡ് ആണ്. വളരെ വളരെ ബോണ്ടാണ്. ഏതാണ്ട് എല്ലാവരും യാത്ര കഴിഞ്ഞപ്പോൾ കണ്ടു. പിന്നെ മാത്രമല്ല പല രീതിയിൽ കണക്റ്റഡ് ആണ്. അതൊരു ഭയങ്കര ഒരു പോസിറ്റീവായ എനർജി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരേ സമയം ലൈഫ് ചേഞ്ചിങ്ങും അതേസമയം ഒരു മൈൻഡ് ത്രില്ലിങ്ങുമായ ഒരു യാത്ര എന്ന തീമാണ് സത്യത്തിൽ ഗോ കെയറിൽ എനിക്ക് താല്പര്യം തോന്നിയത്.